കുവൈത്തിൽ വിമാനയാത്രാ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടി. ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് അധികൃതർ ശക്തമായ നടപടികളിലേക്ക് കടന്നത്. യാത്രാ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കുവൈറ്റിൽ വ്യോമയാന അധികൃതർ ശക്തമായ നടപടികളിലേക്ക് കടന്നു. ലൈസൻസ് ഇല്ലാത്ത ബ്രോക്കർമാർക്കും നിയമം ലംഘിക്കുന്ന ട്രാവൽ ഏജൻസികൾക്കുമെതിരെ നടപടിയെടുക്കാൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ തീരുമാനിച്ചു. ഈ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെ മാത്രം 3000-ലധികം യാത്രാ പരാതികളാണ് എയർ ട്രാൻസ്പോർട്ട് കംപ്ലയിൻസ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചത്. പരാതികൾ പരിഗണിക്കുന്നതിനായുള്ള കമ്മിറ്റി നിയമം ലംഘിച്ച നിരവധി ട്രാവൽ ഏജൻസികൾക്കും അനധികൃത ഓപ്പറേറ്റർമാർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. സോഷ്യൽ മീഡിയ ലൈസൻസിംഗ് നിയമങ്ങൾ ലംഘിച്ചതിന് 66 ട്രാവൽ ഏജന്റുമാർക്കെതിരെ നടപടിയെടുക്കുകയും 2 വ്യക്തികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു. വ്യാജ വെബ്സൈറ്റുകൾ വഴിയും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ വഴിയുമുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ DGCA പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. നിയമലംഘകർക്ക് പിഴ, ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ ശിക്ഷകൾ നൽകുമെന്നും ലൈസൻസ് ഇല്ലാത്തവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു. യാത്രക്കാർ ടിക്കറ്റുകൾ ലൈസൻസ് ഉള്ള ഏജൻസികളിൽ നിന്ന് മാത്രം ബുക്ക് ചെയ്യണമെന്നും എല്ലാ രസീതുകളും കരാറുകളും സൂക്ഷിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കർശന നിരീക്ഷണവും പരിശോധനകളും തുടരുമെന്നും DGCA വ്യക്തമാക്കി. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. സൗദി തലസ്ഥാനമായ റിയാദ് മെട്രോയ്ക്ക് ഗിന്നസ് റെക്കോർഡ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവറില്ലാത്ത ട്രെയിൻ എന്ന നിലയിലാണ് നേട്ടം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മെട്രോയിലൂടെ സഞ്ചരിച്ചത് 15 കോടി യാത്രക്കാരാണ്. ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന റിയാദ് മെട്രോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവറില്ലാത്ത ട്രെയിൻ എന്ന നിലയിലാണ് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. 6 ലൈനുകളിലായി 176 കിലോമീറ്ററാണ് മെട്രോ സർവീസ് നടത്തുന്നത്. 85 സ്റ്റേഷനുകളുണ്ട്. റെക്കോർഡ് നേട്ടത്തിനൊപ്പം പ്രവർത്തനക്ഷമതയിലും റിയാദ് മെട്രോ മുന്നിട്ട് നിൽക്കുന്നു. സർവീസ് തുടങ്ങിയ ശേഷം ഒരു വർഷം കൊണ്ട് മാത്രം 15 കോടി യാത്രക്കാരാണ് മെട്രോ ഉപയോഗിച്ചത്. ഓപ്പറേറ്റിംഗ് മികവ് കണക്കുകളിലും റിയാദ് മെട്രോ മുന്നിലാണ്. 99.7% റിയാദ് മെട്രോയുടെ കൃത്യതാ നിരക്ക്. 9 ലക്ഷത്തിലധികം സർവീസുകളിലായി 26 ദശലക്ഷം കിലോമീറ്ററിലധികം ദൂരം മെട്രോ ഇതിനകം സർവീസ് നടത്തി. യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് കസ്റൽ ഹുക്കും സ്റ്റേഷനെയാണ്. ഈ സ്റ്റേഷൻ വഴി മാത്രം 1.25 കോടി പേർ യാത്ര ചെയ്തു. ഗിന്നസ് ലോക റെക്കോർഡും പ്രവർത്തന മികവിലെ നേട്ടവും റിയാദ് നഗരത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷ. 24 റിയാദ്. മക്കയിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് സംഘടിപ്പിച്ച ബിസിനസ് ഗെയിം ചേഞ്ചർ പരിപാടി ശ്രദ്ധേയമായി. പ്രമുഖ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് റിയാസ് ഹക്കീം നേതൃത്വം നൽകി. മക്കയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി പ്രവാസി സംരംഭകർ പങ്കെടുത്തു. ഒരു 5 റിയാൽ തന്നാൽ ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. Who would like to have this from me? സൗദിയിൽ ബിസിനസ് രംഗത്തെ പുതിയ സാധ്യതകളും വെല്ലുവിളികളും ഫിനാൻസ്, ടാക്സ്, നിയമ മേഖലകളിലെ മാറ്റങ്ങളും ചർച്ച ചെയ്യുന്നതായിരുന്നു വിശുദ്ധ മക്കയിൽ കോർപ്പറേറ്റ്സ് സംഘടിപ്പിച്ച ബിസിനസ് ഗെയിം ചേഞ്ചർ. ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ കോച്ചും എമോഷണൽ സെയിൽസ് ലീഡർഷിപ്പ് കോച്ചുമായ റിയാസ് ഹക്കീമിന്റെ അവതരണമായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. മാറുന്ന ലോകത്ത് എങ്ങനെ മികച്ച ബിസിനസ്സുകാരനാകാം, അവസരങ്ങളെ എങ്ങനെ ബിസിനസ്സിന് അനുകൂലമാക്കാൻ തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയായിരുന്നു റിയാസ് ഹക്കീമിന്റെ അവതരണം. നിലവിലെ ബിസിനസ് അന്തരീക്ഷത്തിൽ പ്രവാസികൾക്ക് വിജയം കൈവരിക്കാനുള്ള നൂതന തന്ത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. മക്കയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചെറുകിട ഇടത്തരം ബിസിനസ് സംരംഭകർക്ക് പുത്തൻ ദിശാബോധം നൽകുന്നതായിരുന്നു പരിപാടി. ഞങ്ങൾ നൽകുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ കമ്പനി രജിസ്ട്രേഷൻ ആണ്, ബിസിനസ് സെറ്റപ്പാണ്, അതുപോലെ തന്നെ ടാക്സ്, ലീഗൽ, അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, GRO, PRO സർവീസുകളാണ്. ഇതിന്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസും സെഷനും ഇവിടെ നമ്മുടെ ടീം ഹെഡുകളൊക്കെ നടത്തി കഴിഞ്ഞു. ഇതെല്ലാം വളരെയധികം അവർ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു നമ്മുടെ ഗസ്റ്റുകൾ കണ്ടതും കേട്ടതും ഒക്കെ. ഏതായാലും വളരെയധികം സംതൃപ്തി നൽകിയ ഒരു ബിസിനസ് മീറ്റായിരുന്നു ഇന്നിവിടെ നടന്നത്. ഇപ്പം നമ്മുടെ നിലവിലുള്ള ഓഫീസ്, നമ്മുടെ ഹെഡ് ഓഫീസ് ജിദ്ദയിലാണ്. അതുപോലെ തന്നെ മക്ക സെക്കൻഡ് ഓഫീസാണ്. റിയാദ് ഈ വരുന്ന ഡിസംബർ 11 ഓപ്പണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് ഏതാണ്ട് ജനുവരി ഞങ്ങൾ ദമാമിലും ഓപ്പണിംഗ് ഉണ്ട്. മക്കയിലെ 4 പോയിന്റ്സ് ബൈ ഷെറട്ടൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് സംരംഭകർ പങ്കെടുത്തു. മക്കയിൽ ആദ്യമായാണ് ഇത്രയും വിപുലമായ ബിസിനസ് സംഗമം നടക്കുന്നത്. കോർപ്പറേറ്റ്സ് MD ഫൈസൽ അരിമ്പ്രയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ CEO അബ്ദുൽ ഹക്കീം സ്വാഗതം പറഞ്ഞു. CMO ജാസിം ജൌഹർ നന്ദി പറഞ്ഞു. കോർപ്പറേറ്റ്സ് നൽകിവരുന്ന സേവനങ്ങളെക്കുറിച്ചും സൗദിയിലെ നിക്ഷേപ നിയമങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചും കമ്പനി ഉദ്യോഗസ്ഥർ സംസാരിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ.
15ാമത് പരമ്പരാഗത പായ്ക്കപ്പൽ മേളയ്ക്ക് ദോഹയിലെ കത്താറയിൽ തുടക്കമായി. കത്താറയുടെ തെക്കൻ ഭാഗമായ ഫിരീജ് കത്താറയിലാണ് ഡിസംബർ 18 വരെ നീണ്ടു നിൽക്കുന്ന മേള നടക്കുന്നത്. പുരാതന അറബ് സമൂഹത്തിന് കടലുമായുള്ള ആത്മബന്ധം പുതുതലമുറയെ കൂടി പരിചയപ്പെടുത്താനും പൈതൃകമായി കിട്ടിയ സാംസ്കാരിക പാരമ്പര്യം അനുസ്മരിക്കാനും ലക്ഷ്യമാക്കിയാണ് എല്ലാ വർഷവും പായ്ക്കപ്പൽ മേള അഥവാ ദോ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഖത്തർ ഭരണാധികാരി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ രക്ഷാകർതൃത്വത്തിലുള്ള മേളയിൽ അറബ് ലോകത്തെ സമുദ്ര പാരമ്പര്യം വെളിവാക്കുന്ന പ്രദർശനങ്ങളും സമുദ്രയാത്രകളുമായി ബന്ധപ്പെട്ട് പിന്തുടർന്നുവരുന്ന വിവിധ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പുനരാവിഷ്കാരവുമാണ് പ്രധാനം. മീൻപിടുത്തം, വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കടൽ യാത്രകൾ എന്നിവയുടെ ഓർമ്മകളും അനുഭവങ്ങളും പ്രദർശന നഗരിയിൽ സന്ദർശകർക്ക് അടുത്തറിയാൻ അവസരമുണ്ടാകും. പഴയകാലത്ത് യാത്രയ്ക്കും ചരക്കുകൾ കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്ന ഉരു എന്നറിയപ്പെട്ടിരുന്ന മരത്തടിയിൽ തീർത്ത വിവിധയിനം ബോട്ടുകളുടെ പ്രദർശനമാണ് മറ്റൊരു പ്രധാന ആകർഷണം. ഖത്തറിന് പുറമെ ഒമാൻ, കുവൈത്ത്, സൗദി അറേബ്യ, ബഹ്റൈൻ, UAE, ഫലസ്തീൻ, ഇന്ത്യ, ഇറാൻ, താൻസാനിയ, ഇറാഖ്, സുഡാൻ എന്നീ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം മേളയിലുണ്ടാകും. സമുദ്ര പൈതൃകം ആഘോഷിക്കുന്നതിനും മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായുള്ള കൂട്ടായ ഓർമ്മകളും പരമ്പരാഗത കരകൗശല വസ്തുക്കളും സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന വേദിയാണ് കത്താറ പരമ്പരാഗത പായ്ക്കപ്പൽ മേളയെന്ന് കത്താറ കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷൻ ഡയറക്ടർ ജനറൽ പ്രൊഫസർ ഡോക്ടർ ഖാലിദ് ബിൻ ഇബ്രാഹിം അൽ സുലൈത്തി പറഞ്ഞു. ഈ വർഷം ഫെസ്റ്റിവലിനായി കൂടുതൽ സ്ഥലം ഉൾപ്പെടുത്തി വിപുലീകരിച്ചതായും സന്ദർശകർക്ക് കൂടുതൽ സമ്പന്നവും വൈവിധ്യപൂർണവുമായ അനുഭവം ആസ്വദിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിന്റെ സമുദ്രയാന പൈതൃകം പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമാക്കിയുള്ള മേളയിൽ ചെറുതും വലുതുമായ പായ്ക്കപ്പലുകളുടെ പ്രദർശനത്തിനു പുറമെ സാംസ്കാരിക പരിപാടികൾ, കരകൗശല സാമഗ്രികളുടെ പ്രദർശനം, സമുദ്ര ഉൽപ്പന്ന വിപണി, പായ്ക്കപ്പലുകളുടെ നിർമ്മാണ ശില്പശാല, സൗഹൃദ മത്സരങ്ങൾ എന്നിവയാണ് നടക്കുക. അൻവർ പാലേരി, 24 ദോഹ. UAE-യിലെ പ്രമുഖ വാഹന വിതരണ സ്ഥാപനമായ ജർമ്മൻ ടെക് മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം ഫുജൈറയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ബൈക്ക് ബ്രാൻഡിലെ വാഹനങ്ങളാണ് ഷോറൂമിൽ ലഭ്യമാവുക. UAE-യിലെ പ്രമുഖ വാഹന വിതരണ സ്ഥാപനമായ ജർമ്മൻ ടെക് മോട്ടോഴ്സിന്റെ ബൈക്ക് വാഹനങ്ങളുടെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 25-ന് ഫുജൈറയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ചൈനീസ് വാഹന ബ്രാൻഡ് ബൈക്കിന്റെ ഏറ്റവും പുതിയ മോഡലുകൾ ഷോറൂമിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജർമ്മൻ ടെക് 5ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. വളരെ വിജയകരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. പല എമിറേറ്റ്സിലായിട്ട് 5ഓളം ഞങ്ങളുടെ ബ്രാഞ്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വേളയിൽ ഞങ്ങളൊരു പുതിയൊരു ബ്രാൻഡും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അൽഷാലി ഗ്രൂപ്പുമായി സഹകരിച്ചിട്ട് നോർത്തേൺ എമിറേറ്റ്സിൽ ഞങ്ങൾ ബൈക്ക് എന്നൊരു വാഹനം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ഞങ്ങളിതിൻ്റെ എക്സ്പാൻഷൻ അടുത്ത എമിറേറ്റ്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് ബേസിക്കലി ഓഫ് റോഡ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷറി വെഹിക്കിളും കൂടിയാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും കൂടിയാണ് വന്നിട്ടുള്ളത്. 50,000 ദിറംസ് മുതൽ 2 ലക്ഷം ദിറംസ് വരെയുള്ള വേരിയൻ്റുണ്ട്. 8ഓളം വേരിയൻറ്റ് ഇപ്പോൾ നമ്മുടെ നിലവിൽ ഉണ്ട്. 10 വർഷത്തോളം വാറണ്ടി കൊടുക്കുന്നുണ്ട്. സർവീസ് എല്ലാ എമിറേറ്റ്സിലും അവൈലബിൾ ആണ്. ഫുജൈറ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഷൈഖ് എഞ്ചിനീയർ മുഹമ്മദ് ബിൻ ഹമദ് ബിൻ സെയ്ഫ് അൽ ഷർക്കി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അൽഷാലി മോട്ടോർ ട്രേഡിംഗ് LLC സ്ഥാപകനും ചെയർമാനുമായ മർവാൻ അൽഷാലി, ജർമ്മൻ മോട്ടോഴ്സ് CEO മണികണ്ഠൻ കാവശ്ശേരി, ചെയർമാൻ പാണക്കാട് റാഷിദ് അലി ശിഹാബ് തങ്ങൾ, ജാസിം അൽ ദർമക്കി എന്നിവരുൾപ്പെടെ UAE-യിലെ സാമൂഹ്യ സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ജർമ്മൻ ടെക് മോട്ടോഴ്സ് LLC ഫുജൈറയിൽ 2020 സാഹചര്യത്തിലാണ് തുടങ്ങിയത്. ഞങ്ങൾ 5 വർഷം പൂർത്തിയാക്കുന്ന വർക്ക് UAE-യിലുള്ള അൽഷാലി മോട്ടോഴ്സ്, ദുബായ് ബേസ് ചെയ്തിട്ടുള്ള അൽഷാലി മോട്ടോഴ്സ് അവരാണ് ബൈക്കിൻ്റെ ഡീലർഷിപ്പ്. നോർത്തേൺ എമിറേറ്റ്സിൽ അവരുമായി കൊളാബറേറ്റ് ചെയ്തിട്ട് ജർമ്മൻ ടെക് മോട്ടോഴ്സാണ് നോർത്തേൺ എമിറേറ്റ്സിൽ ഞങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഫുജൈറയിലെ ഹൊഞ്ചി കാറുകളുടെ ഔദ്യോഗിക ഡീലർമാരാണ് ജർമ്മൻ ടെക് മോട്ടോഴ്സ്. It's part of our growth strategy to come to other Emirates, and we're very lucky to have German Tech as our sub-dealer partner to reach our customers. If we look at what we're doing with the brand and how it's expanding, not just in the UAE but within the product portfolio, we truly believe that the bike brand and product, being the SUV and off-road, is going to do extremely well in Fujairah. We believe that what we have to offer through German Tech will be able to fulfill all our customers' needs and requirements. കമ്പനിയിലെ മുൻനിര ഉദ്യോഗസ്ഥരായ GM ദീപക് മേനോൻ
CFO ജിബിൻ പാഴൂർ എബ്രഹാം, അൽഷാലി മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഗാരിത് ബെർണറ്റ് ജോൺസ്, അൽഷാലി മോട്ടോഴ്സ് ഗ്രൂപ്പ് ജനറൽ മാനേജർ അമീർ ഷഫീഖ് എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് 24. ഖത്തർ കൂറ്റനാട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായ KPL സീസൺ 5 സമാപിച്ചു. ടെസ്ല ഇന്റർനാഷണൽ ഗ്രൂപ്പ് മുഖ്യ സ്പോൺസറായ അൽ ഹുസൈൻ എന്റർപ്രൈസസ് റോളിംഗ് ട്രോഫിക്കായി നടന്ന വാശിയേറിയ ഫൈനലിൽ ശക്തരായ റോയൽ FCയെ പരാജയപ്പെടുത്തി ചുങ്കം ബ്രദേഴ്സ് കിരീടം സ്വന്തമാക്കി. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട കളിയിൽ 5-4 എന്ന സ്കോറിനാണ് ചുങ്കം ബ്രദേഴ്സ് വിജയം ഉറപ്പിച്ചത്. ഓസ്ട്രേലിയയിലെ ന്യൂകാസലിൽ സെയിന്റ് മാർക്ക് മാർത്തോമ ചർച്ച് സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ക്യാരൽ നാളെ നടക്കും. കാർഡിഫ് മാർത്തോമ ദേവാലയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ന്യൂകാസൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അലക് വോണിൻസ്കി മുഖ്യാതിഥിയാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. മിന മേഖലയിലെ 2025 മികച്ച 100 CEOമാരുടെ പട്ടിക പുറത്തിറക്കി ഫോബ്സ് മിഡിൽ ഈസ്റ്റ്. പട്ടികയിൽ UAE അൽ അൻസാരി ഫൈനാൻഷ്യൽ സർവീസസിന്റെ CEO റാഷിദ് അൽ അൻസാരിയും ഇടം നേടി. UAE GCC വിപണികളിലെ സാമ്പത്തിക സേവന രംഗത്ത് ശ്രദ്ധേയമായ വളർച്ചയാണ് റാഷിദ് അൽ അൻസാരിയുടെ നേതൃത്വത്തിൽ അൽ അൻസാരി ഫിനാൻഷ്യൽ സർവീസസ് കൈവരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോബ്സ് മിഡിൽ ഈസ്റ്റ് പുറത്തിറക്കിയ മീന മേഖലയിലെ 2025 മികച്ച 100 CEOമാരുടെ പട്ടികയിൽ റാഷിദ് അൽ അൻസാരിയെ ഉൾപ്പെടുത്തിയത്. ടെലിവിഷൻ റേറ്റിംഗുകളിൽ ജീവനക്കാരൻ കൃത്രിമം കാണിച്ചുവെന്ന 24 വാർത്തയിൽ ഇടപെട്ട ബാർക്ക് ഇന്ത്യ സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു. വാർത്താക്കുറിപ്പിറക്കി. ഫോറൻസിക് ഓഡിറ്റിനായി ഏജൻസിയെ നിയമിച്ചെന്ന് ബാർക്ക് അറിയിച്ചു. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് റേറ്റിംഗ് ഏജൻസി നിർദ്ദേശിച്ചു. ബാർക്ക് ഡാറ്റ അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ചാനലുടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികളെത്തിയെന്ന 24 വാർത്തയിലാണ് ബാർക്ക് ഇന്ത്യയുടെ നടപടി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും വിഷയം അടിയന്തരമായും സുതാര്യതയോടെയും കൃത്യമായ ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യുമെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു. വിഷയത്തിൽ സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റിന് ബാർക്ക് ഇന്ത്യ ഉത്തരവിട്ടു. ഫോറൻസിക് ഓഡിറ്റ് നടത്തുന്നതിന് സ്വതന്ത്ര ഏജൻസിയെ നിയോഗിച്ചതായും ബാർക്ക് ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഓഡിറ്റ് പൂർത്തിയാകുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് റേറ്റിംഗ് ഏജൻസി നിർദ്ദേശിച്ചു. തൽപര കക്ഷികളോട് സത്യസന്ധതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു. 24 ഡൽഹി. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലുണ്ടായ തർക്കം പരിഹരിക്കാൻ നാളെ ചർച്ച. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് ചർച്ച. ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന തർക്കത്തിന് പരിഹാരം കാണാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ചർച്ച. തനിക്കും DK ശിവകുമാറിനും അഭിപ്രായങ്ങളുണ്ടെന്നും എന്നാൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും സിദ്ധരാമയ്യ. ಹೈಕಮಾಂಡ್ನವರು ನನ್ನ ಸ್ಟ್ಯಾಂಡ್ನಲ್ಲಿ ಏನು ಬದಲಾವಣೆ ಇಲ್ಲ. ಹೈಕಮಾಂಡ್ನವರು ಏನು ಹೇಳ್ತಾರೆ ಅದರ ಪ್ರಕಾರ ನಾನು ಕೇಳ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದೀನಿ. തർക്കം പരിഹരിക്കാൻ ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനു മുന്നോടിയായാണ് കൂടിക്കാഴ്ച. ഇതിൽ ഇരുവരും ധാരണയിലെത്തുമെന്നാണ് സൂചന. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് കർണാടകയിലെ തർക്കം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. 24 ബംഗളൂരു. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ FIRൽ ഗുരുതര പരാമർശങ്ങൾ. നഗ്ന ദൃശ്യം പകർത്തി അതിജീവിതയെ ഭീഷണിപ്പെടുത്തി തുടർച്ചയായി പീഡിപ്പിച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും പീഡനം തുടർന്നു. ഗർഭഛിദ്ര മരുന്ന് നിർബന്ധപൂർവ്വം നൽകി. മജിസ്ട്രേറ്റ് മുൻപാകെ അതിജീവിത രഹസ്യമൊഴി നൽകി. രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് കേസിൽ 2ാം പ്രതിയാണ്. അതിജീവിത അനുഭവിച്ച ക്രൂരപീഡനങ്ങൾ തീയതി ഉൾപ്പെടെ വിവരിച്ച് വ്യക്തമായിട്ടാണ് പോലീസ് FIR തയ്യാറാക്കിയത്. 2025 മാർച്ച് 4 തൃക്കണ്ണാപുരത്തെ അതിജീവിതയുടെ ഫ്ളാറ്റിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. മാർച്ച് 17 ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് തുടർച്ചയായ ഭീഷണി. അതിജീവിത ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും നിരന്തര പീഡനം തുടർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടാതെ സുഹൃത്തും അടൂർ സ്വദേശിയുമായ ജോബി ജോസഫിനെയും പ്രതി ചേർത്തിരുന്നു. 2025 മെയ് 30 തിരുവനന്തപുരം കൈമനത്ത് വെച്ച് കാറിൽ കയറ്റി പെൺകുട്ടിക്ക് ഗർഭം അലസിപ്പിക്കാൻ ഗുളിക നൽകിയത് ജോബി ജോസഫ് എന്ന് FIRലെ കണ്ടെത്തൽ. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചാണ് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 24 തിരുവനന്തപുരം.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. SCP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. DCP ദീപക് ദിൻകറിനാണ് മേൽനോട്ട ചുമതല. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. ഇന്നലെ വൈകിട്ട് 5:45 വരെ പാലക്കാട് നഗരമേഖലയിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയെന്നതിൽ വ്യക്തതയില്ല. ഇന്ന് രാവിലെ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നെങ്കിലും പ്രതികരണമില്ല. ഇതിനിടെ ഇന്ന് രാവിലെ പാലക്കാട്ട് രാഹുലിന്റെ MLA ഓഫീസ് തുറന്നു. സാധാരണ ഓഫീസ് വൈകിട്ട് 5 മണിക്ക് അടയ്ക്കും, രാവിലെ 9:30 തുറക്കുകയും ചെയ്യുന്ന രീതി തുടർന്ന് വരുന്നുണ്ട്. ഇല്ല, കിട്ടിയിട്ടില്ല ഫോണിൽ. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ 12 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. ഫോണിൽ പിന്നെ ഓഫാണെന്ന് മാധ്യമങ്ങളോട് അറേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പ്രതിയായ രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് പോലീസിന് ലുക്കൌട്ട് നോട്ടീസ്. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പോലീസ് അറസ്റ്റ് നീക്കം നടത്തുന്നതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നും രാഹുലിന്റെ വാദം. കേസിന്റെ വിവരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അടുത്ത നടപടി സ്വീകരിക്കും. വകുപ്പുകളൊക്കെ അറിഞ്ഞു, പക്ഷേ എവിടെയാ കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചിട്ടില്ല. വലിയ തുടങ്ങി അവർ പിന്നെ നിയമത്തേക്ക് വന്നു. ഗോൾ പോസ്റ്റ് എവിടെയാന്ന് പറഞ്ഞിട്ട് എങ്കിലേ ഗോൾ അടിക്കാൻ പറ്റും. ജനപ്രതിനിധി കൂടിയായ രാഹുലിനെതിരെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ACP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. DCP ദീപക് ദിൻകറിനാണ് മേൽനോട്ട ചുമതല. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ചും പ്രതിക്ക് പ്രതിരോധമൊരുക്കിയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാനെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശം. അതേസമയം രാഹുലിനെ കടന്നാക്രമിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നത് കോൺഗ്രസിനെ ഉലച്ചിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആവർത്തിച്ച് ഉന്നത നേതൃത്വം ഒഴിഞ്ഞുമാറുന്നതിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയുടെ തെളിവുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്നുപെട്ട പരാതിയെ പ്രതിരോധിക്കാനുള്ള വ്യഗ്രതയിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതാണ് കോൺഗ്രസിൽ നിന്നുള്ള കാഴ്ച. മുഖ്യമന്ത്രി വീട്ടിൽ ഈ ഇര പോയി, ആ ഇരയെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാ? അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം പരാതി നൽകാതെ ഇപ്പോൾ പരാതി നൽകിയത് എന്തിനാണെന്ന ചോദ്യവുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വവും അതിജീവിതക്കെതിരെ തിരിഞ്ഞു. മാസങ്ങളായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പരാതിയായിട്ട് വരുന്നത്. എന്നാൽ ഇതിനു മുമ്പ് എത്രയോ മാസങ്ങളുണ്ടായിരുന്നില്ലേ? ഇത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അപ്പോൾ വന്നില്ല? KPCCയുടെ മുൻ അധ്യക്ഷൻ MM ഹസനെ പോലുള്ള നേതാക്കളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ വിമർശിക്കുന്നു. എന്നാൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും ഈ സമീപനമില്ല. വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ നേരത്തെ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് KPCCയുടെയും ഹൈക്കമാൻഡിന്റെയും നിലപാട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിന്റെ വഴിയിൽ തന്നെ പോട്ടെ. പീഡന പരാതിയിൽ അറസ്റ്റുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും കോൺഗ്രസിന് മുന്നിലുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.